ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ പ്രശസ്തമായ ആറ്റിങ്കര പള്ളിയിലേക്കാണ്. ട്രിവാൻഡ്രം മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ രാധാപുരം താലൂക്കിലാണ് ആറ്റിങ്കര പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നിന്നും ഏകദേശം 120 കിലോമീറ്റർ ദൂരമുണ്ട് ആറ്റിങ്കര പള്ളിയിൽ എത്തിച്ചേരാൻ. ജാതിമത ഭേദമില്ലാതെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് പതിവാണ്. മാറാരോഗങ്ങൾ മാറ്റുന്നതിനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിനും ഇവിടെ ഒരുപാട് ഭക്തർ എത്തിച്ചേരാറുണ്ട്. ആറ്റിൻകര പള്ളിയിൽ വന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ സൂഫി സന്യാസി ദമ്പതികളായ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് ഭാര്യ സെയ്ദലി ഫാത്തിമയുടെയും 2 വിശുദ്ധ ഖബറുകളാണുള്ളത്. അറേബ്യയിലെ ബജൽ എന്ന സ്ഥലത്ത് നിന്ന് ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലിയും ബീവി സെയ്ദലി ഫാത്തിമയും മറ്റ് ചില ഇസ്ലാമിക് മിഷണറിമാരും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച ശേഷം അവർ ഒരു കപ്പലിൽ തെക്കോട്ട് വന്നപ്പോൾ കൊടുങ്കാറ്റിലകപ്പെട്ടു. ഇത് അവരുടെ യാത്ര നിർത്താൻ നിർബന്ധിതരായി. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തിരുനെൽവേലി ജില്ലയിലെ ഒരു കാട്ടിൽ തമ്പടിക്കുകയും വന്ന ജോലി എന്തിനാണോ ആ ജോലി തുടരുകയും ചെയ്തു. സൂഫി സന്യാസിമാരായ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സെയ്ദലി ഫാത്തിമയും കൂടെ വന്ന മറ്റ് ഇസ്ലാം സന്യാസിമാരടക്കം അവർ ആത്മീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെ ആരാധന നേടുകയും ചെയ്തു. ദമ്പതിമാർക്കൊപ്പമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി. ഒരു ദിവസം ഫാത്തിമ ബീവി അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഭർത്താവായ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലി വിഷം തീണ്ടി മരിച്ചു കിടക്കുന്നതാണ്. ആ വിഷസർപ്പം വിശുദ്ധയായ സെയ്ദലി ഫാത്തിമയോട് അള്ളാഹു തന്നെ ഇതിനു വേണ്ടിയാണ് നിയമിച്ചതെന്നും താൻ തൻ്റെ കടമയും അള്ളാഹു തന്ന ജോലിയും മാത്രമാണ് ചെയ്തതെന്നും അറിയിച്ചു. തൻ്റെ എല്ലാമായ ഭർത്താവിൻ്റെ മരണം താങ്ങാനുള്ള ശേഷിയില്ലാത്ത സെയ്ദലി ഫാത്തിമ ബീവി സർപ്പത്തിന് മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് കരഞ്ഞപേക്ഷിച്ചു, ഇതേ സർപ്പത്താൽ തന്നെ തനിക്കും വിഷം തീണ്ടി മരിക്കണമെന്ന്. അങ്ങനെ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലിയുടെ മൃതദേഹം ഒരു നദിക്കരയിൽ അടക്കം ചെയ്തു. ഫാത്തിമ ബീവി അവിടെ തുടരുകയും ആത്മീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. താമസിക്കാതെ അവരുടെ അത്ഭുത സേവനങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അടുത്തുള്ള ഗ്രാമങ്ങളിലുള്ള ജനങ്ങളിലെത്തി. ഏതാനും വർഷങ്ങൾക്കു ശേഷം തൻ്റെ ഭർത്താവ് മരിച്ച അതേ ദിവസം അള്ളാഹുവിനോട് എങ്ങനെ മരണം വേണമെന്ന് പ്രാർത്ഥിച്ചുവോ അതുപോലെ തന്നെ അതേ സർപ്പത്താൽ വിഷം തീണ്ടി മരണമടഞ്ഞു. തുടർന്ന് ഭർത്താവിൻ്റെ ഖബറിനു സമീപത്തു തന്നെ അടക്കം ചെയ്തു. അതേ രാത്രിയിൽ ഏതാനും ഭക്തരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും 2 പേരുടെയും ശവകുടീരങ്ങൾക്ക് ചുറ്റും മതിലുകൾ കെട്ടാനും അതിനോട് ചേർന്ന് ഒരു പള്ളി പണിയുവാനും ശവകുടീരങ്ങൾക്ക് സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, കാറ്റ്, മഴ എന്നിവ ലഭിക്കുന്നതിനായി ശവകുടീരങ്ങൾക്ക് മുകളിൽ മേൽക്കൂര പണിയരുതെന്നും അഭ്യർത്ഥിച്ചെന്നാണ് വിശ്വാസം. അന്നുമുതൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും തൻ്റെ വിഷമങ്ങൾ മാറുവാൻ ആറ്റിങ്കര പള്ളിയിൽ എത്താറുണ്ട്. വിശ്വാസികൾക്ക് വന്ന് താമസിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആറ്റിങ്കര പള്ളിയിൽ പാവപ്പെട്ടവർക്കും തീർത്ഥാടകർക്കും എല്ലാ ദിവസവും ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നു. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവിടുത്തെ പ്രധാന ദിവസം. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സന്ദർശന സമയം വരുന്നത്. സർപ്പദോഷങ്ങൾ മാറ്റുന്നതിനും മാനസിക രോഗങ്ങൾ മാറ്റുന്നതിനും ഒരുപാട് ഭക്തർ ഇവിടെ എത്താറുണ്ട്. പട്ട്, എണ്ണ, പൂക്കൾ, ചന്ദനത്തിരി, പാൽ, പഴം തുടങ്ങിയവ നേർച്ചയായി ഇവിടെ ഭക്തർ സമർപ്പിക്കാറുണ്ട്. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഒരുപാട് ഭക്തർ ഇതിന് സാക്ഷിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ആറ്റിങ്കര പള്ളിയിൽ വരുന്നവർക്ക് ബസ് മാർഗം വരാവുന്നതാണ്. പിന്നെ കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നാഗർകോവിൽ വരെ ട്രെയിനിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ബസ് മാർഗം വരാവുന്നതാണ്. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണുവരെ ട്രിവാൻഡ്രം മീശ സൈനിങ് ഓഫ്.